ഗൈസ്, വെൽക്കം ടു ഇന്റേൺഷിപ്പ് ഗെറ്റ് റെഡി വിത്ത് മീ. വിജൃംഭിച്ച ചുണ്ടുകൾ നിങ്ങളെ കാണിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യം ലിപ് ലൈനർ ഇട്ടിട്ട് അതിന്റെ മുകളിൽ ലിപ്സ്റ്റിക് ആട്ടോ ഇടുന്നത്. ലിപ് ലൈനർ വന്നിട്ട് നമ്മുടെ കെ ബ്യൂട്ടിന്റെ ഒരു ഷെയ്ഡ്, അതിന്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ലിപ്സ്റ്റിക് വന്നിട്ട് നമ്മുടെ മേബ്ലിന്റെ പി എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാട്ടോ. കോസ്റ്റാറക്സിന്റെ സ്നെയിലിന്റെ എന്തോ സംഭവമില്ലേ, അതേപോലെ നമ്മുടെ പ്ലമ്മിന്റെ എന്തോ ഒരു സാധനമാണ് ഇത്, എനിക്കറിയത്തില്ല. അതിന്റെ മുകളിൽ നമ്മൾ മിനിമലിസ്റ്റിന്റെ മോയിസ്ചറൈസറും സൺസ്ക്രീനും ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ മിനിമലിസ്റ്റിന്റെ മോയിസ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏറെക്കുറെ 2-2.5 വർഷമായി. സ്ലീവ്ലെസ് ഉടുപ്പിടുന്നോണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ ഫുൾ വാസലൈൻ. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഐറ്റമാണ്. ഇറ്റ്സ് കോൾഡ് സ്റ്റോപ്പ് ക്രീം. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തിളങ്ങി, അതായത് നമ്മളുടെ ഇടുന്ന ഭാഗം കുറച്ച് തിളങ്ങി എടുത്ത് കാണിക്കുമെന്നാണ് പറയുന്നത്. കണ്ട കണ്ട കോഡ് സൂപ്പർ. ഇത് സൂപ്പറാണ്. എന്നിട്ട് നമ്മൾ നമ്മുടെ ബാക്കി പരിപാടിയിലോട്ട് കിടക്കുകയാണ് ഗൈസ്. നമ്മളുടെ കണ്ണെഴുതി കൊടുത്തു, പക്ഷേ ഞാൻ മറന്നുപോയി. ഐഷാഡോ ഇട്ടിട്ട് വേണമായിരുന്നു കണ്ണെഴുതാൻ. അങ്ങനെ കണ്ണെഴുതി കഴിഞ്ഞിട്ട് ഇനിയും ഐഷാഡോ ഇടാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞാൻ എത്തി. ഇതിപ്പോ പിങ്ക് ആയോ ഗൈസ്? ഞാൻ റെഡ് ആണ് ഉദ്ദേശിച്ചത്, പിങ്ക് ആയി. എനിക്ക് എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല. അത്രയൊക്കെ മതി. ഐഷാഡോ സെറ്റ് ആയില്ലേ? കണ്ണ് സെറ്റ് ആയി. കുറച്ചും കൂടി ഒരു ഭംഗി തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കണ്ണിന്റെ താഴ്ഭാഗം കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ബ്ലഷ് കുട്ടനെയും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കവളൊക്കെ ഒന്ന് ചുമന്നിരിക്കട്ടെന്നേ, എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ. എന്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ. ചിലപ്പോ ഞാൻ ഇടുമ്പോ ഒരു കണ്ണി കൂടുതലും ഒരു കണ്ണി കുറവും ഒക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ എന്റെ റൂംമേറ്റിന്റെ അടുത്ത് ചോദിക്കും, എടാ ഇത് ഓക്കെ ആണോ എന്ന്. ഇപ്പൊ ഞാൻ മിസ് ചെയ്യുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ നമ്മളുടെ ആട ആഭരണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. മാല, കമ്മൽ, വാച്ച്, ഇതാണ് എന്റെ ആട ആഭരണങ്ങൾ. എന്നും അഴിച്ചു വാരിയല്ലേ ഇടുന്നത്, അതുകൊണ്ട് ഇന്ന് മോൾ ഭാഗം ഒന്ന് കെട്ടിവെക്കാന്ന് കരുതി ഞാൻ ഒരു ഹെയർ സ്റ്റൈലും ട്രൈ ചെയ്തു. ഹെയർ സ്റ്റൈൽ കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഒരു പൊട്ടിന്റെ കുറവുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു പൊട്ടും കൂടെ വെച്ചിട്ടാട്ടോ പോയത്. അടിപൊളിയായില്ലേ?